ഞാൻ അത് മാത്രമല്ല പറഞ്ഞ ബില്ലെ, ഞാൻ ഇവിടുത്തെ ഈ വിധിയെപ്പറ്റി മാത്രമല്ല, ഈ വിധി UDF അനുകൂലമായിട്ട് സമ്പൂർണ്ണമായിട്ട് വന്നാൽ പോലും ഇതേ നില തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് നമുക്കറിയില്ല. കാരണം ഇതിൽ നിന്ന് പാഠം പഠിക്കാവുന്ന സാഹചര്യം LDF ഉണ്ട്. പാഠം പഠിക്കുകയും അത് തിരുത്താനും ഗ്രൗണ്ടിൽ പണിയെടുക്കാനും പറ്റുന്ന മിഷനറി അവർക്കുണ്ട്. അതുണ്ട് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇതൊരു രോഷപ്രകടനമാണ് LDFനെതിരെ ഉള്ളായിട്ടുള്ളതെങ്കിൽ നമുക്കറിയില്ല. അങ്ങനെയാണ് ജനം അതിനെ പ്രകടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ രോഷപ്രകടനം ഇവിടെ തീർത്താൽ സർക്കാർ ഇവരെ തന്നെ തെരഞ്ഞെടുത്തേക്കാം എന്ന് വിചാരിക്കാനും മതി. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ആലപ്പുഴയിലും CPM-ന്റെ കോട്ടയായിട്ടുള്ള ആലപ്പുഴ നഗരസഭയിലും UDF-ന്റെ കുതിപ്പാണ്. 6 നഗരസഭകളിൽ 5-ലും UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, ബിനിൽ നമുക്കൊപ്പം ഉണ്ട്. ബിനിലെ, കോട്ടയത്ത് എന്താണ് പൊതുസ്ഥിതി? പാലായിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ LDF സ്ഥാനാർത്ഥി തോറ്റിരിക്കുന്നു. കേരള കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്താണ് കോട്ടയത്തെ പൊതുസ്ഥിതി? കോട്ടയത്ത് LDFന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. UDF-ന്റെ ഒരു അപ്രമാദിത്വം എല്ലായിടത്തും നമുക്ക് സെറു, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് കുന്നുകുഴിയിൽ LDF-ന്റെ സ്ഥാനാർത്ഥി IP ബിനു തോറ്റിരിക്കുന്നു. നേരത്തെ മുൻ കൗൺസിലറായിരുന്നു, അതായത് ഇതിനു മുമ്പ് 2015 കൗൺസിലറായിരുന്നു IP ബിനു. ഇവിടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട യുവജന LDF-ന്റെ നേതാവാണ്. IP ബിനുവിന്റെ തോൽവിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാന വാർത്ത. മറ്റൊന്ന്, ഈ NDAയുടെ ഒരു വല്ലാത്ത മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് തിരുവനന്തപുരത്ത് NDA ഇപ്പോൾ നടത്തുന്നത്. LDF-ന് പലയിടങ്ങളിലും തിരിച്ചടി ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് LDF നിലവിലുണ്ടായിരുന്ന സിറ്റി സീറ്റുകളിൽ UDF-ന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. കണ്ണമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. കൂടാതെ പേട്ടയിൽ LDF-ന്റെ മേയർ കാൻഡിഡേറ്റ് കൂടിയായിട്ടുള്ള SP ദീപക് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിലെ ഒരു ലീഡിംഗ് നില എന്ന് പറയുന്നത് NDA 27 NDA വ്യക്തമായ ലീഡോടുകൂടി BJP NDA നിൽക്കുന്നു. 16 ഇടതുമുന്നണിയുടെ ലീഡ് നിലയുള്ളത്. UDF 10 ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് തിരുവനന്തപുരത്തെ പൊതുസ്ഥിതി. ഈ ബിനിലെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വട്ടം തൃശ്ശൂർ കോർപ്പറേഷനിലൊക്കെ നമ്മൾ ശല്യം എന്ന് കരുതിയ പല സ്ഥലങ്ങളിലും നമ്മൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഈ സ്വീപ്പിംഗ് വിക്ടറി എന്ന് പറയുന്നത് കൊച്ചിയിലെ നഗരസഭയിലെ ജനങ്ങൾക്കുള്ളതാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട് UDF തിരിച്ചു വരണം. മേയറാവാൻ തോന്നുന്നു. വനിതാ സംവരണമാണ്. മേയറാവാൻ നല്ല സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സേതുവിന്റെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. തിരുവനന്തപുരത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ NDAയുടെ കുതിച്ചുചാട്ടമാണ്. ബാലരാമപുരം, കല്ലിയൂർ, കൊല്ലയിൽ, മണമ്പൂർ, വെള്ളനാട്, വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. ഇതൊന്നും എന്റെ നാടല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേപോലെ തൃശ്ശൂരിന്റെ കാര്യം പറയുമ്പോഴേ, തൃശ്ശൂർ കഴിഞ്ഞ ഒരു നൂൽപാലത്തിന്മേലുള്ള ഭരണമായിരുന്നല്ലോ അല്ലെ? പലവട്ടം ഈ മേയർ ഇപ്പുറത്തോട്ട് ചാടുവോ അപ്പുറത്തോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇക്കുറി അങ്ങനെയല്ല. UDF 33, LDF 13, NDA 8. അങ്ങനെയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നുണ്ട്. അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. പന്തളം നഗരസഭ UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. പാലക്കാട് BJPയുടെ കോട്ടകുത്തളമായി അവർ വിശേഷിപ്പിക്കുന്ന പാലക്കാട് നഗരസഭ അവർക്ക് കൈവിട്ടു പോകുന്നു എന്ന സൂചനകൾക്കിടയിൽ പന്തളം നഗരസഭ കൂടി അവർക്ക് കൈവിട്ടു പോകുമോ എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പന്തളം നഗരസഭയിൽ UDF 6, BJP 5, LDF 4. അങ്ങനെയാണെങ്കിൽ കൊട്ടാരക്കര നഗരസഭ ഭരണം LDF നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിന്റെ കൂടെ നമ്മുടെ ശബരിനാഥന്റെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലേ? കട്ടപ്പന നഗരസഭ UDF നിലനിർത്തിയിരിക്കുകയാണ്. 19 വാർഡുകൾ ജയിച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ മത്സരിച്ച മുൻ MLA EM അഗസ്തി തോറ്റുപോയിരിക്കുന്നു. EM അഗസ്തിയെ കൂവി വിളിച്ചിട്ടുള്ള ആ ദൃശ്യങ്ങളുണ്ട്. നമുക്ക് വന്നിട്ടുണ്ട്. അത് കുറച്ച് പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാം. കോഴിക്കോട് കോർപ്പറേഷൻ കാരപ്പറമ്പ് ഡിവിഷനിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസിന് ഹാട്രിക് ജയം. 3ാം തവണയും നവ്യ ജയിച്ചിരിക്കുന്നു. ശരി, അപ്പൊ നമ്മുടെ ഇടുക്കിയിലെ കാര്യം നോക്കാം. ഇടുക്കിയിലെ മിടുക്കരാരാണെന്ന് ആൽവിനെ? ഇടുക്കിയിലെ UDF-ന് വൻ മുന്നേറ്റം എല്ലായിടങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പറയാൻ കഴിയുക. ജില്ലാ പഞ്ചായത്തും രണ്ട് നഗരസഭകളും UDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കട്ടപ്പന നഗരസഭയിൽ 19 ജയം വന്നു കഴിഞ്ഞു. 35 സീറ്റാണ് അവിടെ ഉള്ളത്. തൊടുപുഴ നഗരസഭയിലും ഭരണം ഉറപ്പിച്ച സ്ഥിതിയാണ് UDF-നുള്ളത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിലും ഏതാണ്ട് 14 UDF ലീഡ് ചെയ്യുകയാണ്. 3 മാത്രമാണ് LDF
ലീഡ് വന്നിട്ടുള്ളത്. 17 ഡിവിഷനാണ് ആകെ ഇവിടെ ജില്ലാ പഞ്ചായത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിലും വ്യക്തമായ മുൻതൂക്കം UDF വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലും വളരെ കൃത്യമായി തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ 8 ഇടങ്ങളിൽ 7 ഇടത്തും UDF ലീഡ് ചെയ്യുകയാണ്. പഞ്ചായത്തിൽ വരുമ്പോൾ പഞ്ചായത്തിലേക്ക് മാറുകയാണെങ്കിൽ പഞ്ചായത്തിൽ ഏതാണ്ട് ഭൂരിഭാഗം പഞ്ചായത്തിലും 26 പഞ്ചായത്തുകളിൽ ഓക്കെ, വരാവേ